സാഫ് എങ്ങനെ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ അകത്ത് നമ്മൾ സാഫ് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്കത് ഒരു മിശ്രിതം പോലെ ചെറിയ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള നമ്മുടെ കൺസിസ്റ്റൻസി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇലകളിലൊക്കെ തളിക്കാൻ വേണ്ടിയാണെങ്കിൽ ജസ്റ്റ് കുറച്ചും കൂടെ വെള്ളം കൂടുതൽ വേണം. ജസ്റ്റ് നമ്മൾ ഈ പ്രൂൺ ചെയ്ത ഭാഗത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ മിശ്രിതം തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ആദ്യം ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം കൂടിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പൊടി ഉപയോഗിക്കേണ്ടി വന്നു എനിക്ക്. പക്ഷേ എനിക്ക് അത്ര ആവശ്യം വന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് ആ വെള്ളം നനയത്തക്ക രീതിയിലുള്ള എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും വെള്ളം ഇച്ചിരി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ പൊടി ഇട്ടാൽ മതി. ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയെന്ന് തോന്നിയാൽ വെള്ളം കളഞ്ഞാൽ മതി നമുക്ക്, എന്നിട്ട് പൊടി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാഫിൻ്റെ മിശ്രിതം ഇതുപോലെ നമ്മൾ മാവിനൊക്കെ പ്രൂൺ ചെയ്യുമ്പോൾ, മാവിന് മാത്രമല്ല ഏത് സസ്യങ്ങളും പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ അതിൻ്റെ പ്രൂൺ ചെയ്ത ഭാഗത്ത് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്തതാണ്. അപ്പം ഇതിലെല്ലാം ഞാൻ പുരട്ടി കൊടുത്തിട്ടുണ്ട്. പ്രൂൺ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് പിന്നെയും വളർന്നു വരും. നമുക്ക് പൊക്കത്തിലോട്ട് വിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് പ്രൂൺ ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇതിൽ സാഫ് പുരട്ടി കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മൾ മേടിച്ച സാഫിൻ്റെ പാക്കറ്റ്. ഇതൊരു ചെറിയ പാക്കറ്റാണ്. വലിയ പാക്കറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ചെറിയ ഉപയോഗങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഇത് 20 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിന് ഏകദേശം 40 രൂപ അടുത്താണ് വില വരുന്നത്. 40 രൂപ വരുന്നില്ല, 38 രൂപയാണ് ഇതിൽ എഴുതിയേക്കുന്ന വില വരുന്നത്. ചിലപ്പോൾ അതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. 20 ഗ്രാമിന് അത്രയും രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് ചെറിയ ചെടികൾക്കെല്ലാം ഉപയോഗിക്കാൻ ഇത് ധാരാളം മതിയാവും. ഇതിൽ കൂടുതൽ ഉപയോഗം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പാക്കറ്റുകളോ അല്ലെങ്കിൽ വലിയ പാക്കറ്റൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് ഫംഗിസൈഡാണ്. നമുക്ക് വേറെ എന്താ പറയുക, ആ ചെടി വേറെ ഫംഗസ് ബാധിച്ച് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും വൃത്തിയായിട്ടും ശ്രദ്ധയോടും കൂടി ഉപയോഗിക്കുക. നന്ദി.